മകൻ മിഥുന് വിട. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. മിഥുൻ അവസാനമായി സ്കൂൾ മുറ്റത്തേക്ക് എത്തിയപ്പോൾ കൂട്ടുകാരും അധ്യാപകരും വിങ്ങിപ്പൊട്ടി. സ്കൂളിലെ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം വിലാപയാത്രയായി ശാസ്താംകോട്ടയിലെ വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. മകനെ അവസാനമായി കാണാൻ അമ്മ സുജ തുർക്കിയിൽ നിന്ന് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. വൈകാരിക രംഗങ്ങൾക്കാണ് വിമാനത്താവളവും ഇന്ന് രാവിലെ സാക്ഷിയായത്. ശരണ്യ സ്നേഹജനുണ്ട് നമുക്കൊപ്പം മിഥുന്റെ വീട്ടിൽ നിന്ന്. ശരണ്യ, പൊതുദർശനം സ്കൂളിലെ പൂർത്തിയായി. മിഥുന്റെ മൃതദേഹം ഇപ്പോൾ വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെയാണ് ഇനി പൊതുദർശനം തുടരുക. പക്ഷെ അവിടേക്ക് എത്തിക്കുമ്പോൾ നമുക്കറിയാം, അമ്മയും അച്ഛനും അനുജനും മുത്തശ്ശിയും അടങ്ങുന്ന നെഞ്ചു പൊട്ടി തകർന്ന ഒരു കുടുംബം അവിടെ മിഥുനെ കാത്തിരിപ്പുണ്ട്. അവർ ഈ സാഹചര്യം എങ്ങനെ മറികടക്കും, നേരിടുമെന്ന് നമുക്കറിയില്ല. അത്രത്തോളം വൈകാരികമായ കാഴ്ചകൾക്കായിരിക്കും നാം ഓരോരുത്തരും സ്വാഭാവികമായും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടുത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ ശരണ്യ? ആര്യ, നമ്മളിപ്പോൾ ഉള്ളത് വിളന്തറയിലെ കുട്ടിയുടെ മിഥുൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അതീവ സങ്കടകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് തന്നെ പറയാം. ഒരു ചെറിയ വീടാണ് ഉള്ളത്. ആ വീട് തന്നെ നിർമ്മാണം പൂർത്തിയാകാത്ത ഒറ്റമുറി വീട്ടിലാണ് ആ കുഞ്ഞ് ഇത്രയും കാലം ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെ മറികടക്കാനും ഈ പ്രാരാബ്ദങ്ങളെ മറികടക്കാനും വേണ്ടിയാണ് ആ അമ്മ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ഇട്ടിട്ട് വിദേശത്ത് വീട്ടുജോലിക്കായി പോകേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത്രമേൽ സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ ഈ ആളുകളൊക്കെ തന്നെ പരസ്പരം നന്നായി സഹകരിക്കുന്ന മനുഷ്യരാണ്. ഏറ്റവും അടുത്തടുത്ത വീടുകളൊക്കെ ഉള്ള വളരെയധികം സഹകരിക്കുന്ന മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ ഈ വീടിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനായി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി അവിടെ ആളുകൾക്കൊക്കെ നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞ അവസ്ഥ, അതായത് ഇവിടേക്ക് ഇങ്ങനെ ഒരു ചേതനയറ്റ ശരീരമായ കുഞ്ഞ് കടന്നു വരുന്നത് ഇവിടുത്തെ ഈ നാട്ടുകാർക്ക് അത് അതീവ ദുഃഖകരമായ സാഹചര്യമായിരിക്കും. ഒരുപക്ഷെ ബന്ധുക്കളെക്കാൾ അടുത്തിടപഴകുന്ന മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ് ഇത് എന്നുള്ളതാണ്. അത്രമേലൊരു പിന്തുണ ഇപ്പോൾ അല്പസമയം മുമ്പ് കുട്ടിയുടെ അമ്മുമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ആ അമ്മുമ്മ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിവരം അറിഞ്ഞപ്പോൾ തൊട്ട് വളരെ ദുഃഖിതയാണ്. ബോധരഹിതയായി വീണു. പിന്നീട് ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അതായത് മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും ആ ആംബുലൻസ് ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അമ്മൂമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന്. ഇപ്പോഴും അവർ ആ ഒരു
ഞെട്ടലോ ആ പ്രശ്നങ്ങളിൽ നിന്നും ഇതുവരെ ഒന്നും മറികടക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറെ പേർ ചേർന്ന് താങ്ങിയാണ് അകത്തേക്ക് കൊണ്ടുപോയത്. അതിനേക്കാൾ ദുഃഖകരമായ സാഹചര്യത്തിൽ ഒരാൾ വരുന്നുണ്ട്. അത് മിഥുന്റെ അമ്മയാണ്. സുജ ഹരിപ്പാട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ബന്ധുക്കളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇനി അധികം സമയമില്ലാതെ സുജ ഇവിടേക്ക് എത്തും. എങ്ങനെ ആ സാഹചര്യത്തെ മറികടക്കുമെന്നറിയില്ല. ഒരുപക്ഷെ മിഥുന്റെ ഭൗതിക ശരീരം അവിടെ നിന്നും സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ രാവിലെ കണ്ടതാണ് ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആ മൃതദേഹം 10:30 സ്കൂളിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് വഴിയോരങ്ങളിലൊക്കെയും അത് കാണുന്നതിന് വേണ്ടിയും ആ കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ്. ഓരോ ജംഗ്ഷനിലും നൂറുകണക്കിന് ആളുകൾ ആ കുഞ്ഞിനെ കാണുന്നതിനായി അവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴും ഒരുപക്ഷെ സമാനമായ സാഹചര്യമായിരിക്കും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 മണി മുതൽ 5 മണിക്കുള്ളിൽ അത്തരം കാര്യങ്ങൾ നടത്തിയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആംബുലൻസ് ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. വീടിനകത്തുള്ള ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ആ ചെറിയ വീടിന് മുന്നിൽ ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വീടിന്റെ പിൻഭാഗത്തോട് ചേർന്നാണ്, തൊട്ടുപുറകിൽ ശാസ്താംകോട്ട കായലാണ്. ആ വീടിന്റെ പിൻഭാഗത്തോട് ചേർന്നാണ് ഇപ്പോൾ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഈ നാട് എന്ന് മാത്രമല്ല, ഈ നമുക്കറിയാം മനസാക്ഷിയുള്ള ഈ കേരളത്തിലെ എല്ലാ രക്ഷകർത്താക്കളും വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം നോക്കിക്കണ്ടിട്ടുള്ളത്. അത്ര മേൽ സങ്കടകരമായിരുന്നു. വളരെ സുരക്ഷിതമെന്ന് കരുതി നമ്മൾ പറഞ്ഞിരിക്കുന്ന മക്കൾ അത് അവർ സുരക്ഷിതമല്ല എന്നുള്ള ഒരു അറിവ് നമുക്ക് തന്നുകൊണ്ട്, ഒരു ഞെട്ടലുള്ള അറിവ് നമുക്ക് തന്നുകൊണ്ടാണ് ആ 13 വയസ്സുകാരൻ നമുക്കിടയിൽ നിന്നും യാത്ര പറഞ്ഞത്. അത് ആ ഒരു സംഭവം വളരെ കേരള മനസ്സാക്ഷിയാകെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം കടന്നു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം എല്ലായിടങ്ങളിലും നൂറുകണക്കിന് ആളുകൾ അവന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തി. അവൻ്റെ സ്കൂളിൽ, തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ മൃതദേഹം എത്തിച്ച സമയത്തും അത്തരത്തിൽ വലിയ ജനക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സഹപാഠികളായ കുട്ടികൾ, ഒപ്പം തന്നെ കുഞ്ഞനുജന്മാർ, അനുജത്തിമാർ, ഒപ്പം അവർക്ക് മുതിർന്നവരായി പഠിച്ച കുട്ടികൾ എല്ലാവരും അവിടെ എത്തി കുട്ടിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. തങ്ങളുടെ കണ്ണീരോടുകൂടി അധ്യാപകരടക്കം ആ കുഞ്ഞിന് യാത്രാമൊഴി നൽകിയിരുന്നു. ഇപ്പോൾ എന്തായാലും വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് മറ്റുമായി വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും. അമ്മയും അതിനോടൊപ്പം തന്നെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 മക്കളെ വളർത്തുന്നതിന് വേണ്ടി വിദേശത്ത് പോയി വീട്ടുജോലി ചെയ്താണ് ആ അമ്മ മക്കളെ വളർത്തുക എന്ന സ്വപ്നവുമായി പോയത്. 6 മാസം മാത്രമേ പിന്നിടുന്നുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ താൻ എത്ര കഷ്ടപ്പെട്ടോ അതെല്ലാം നഷ്ടപ്പെടുത്തിയ ആ അമ്മ തിരികെ വരുന്നൊരു സാഹചര്യത്തിലേക്ക്, അതും വലിയ ജീവിതത്തിലൊരു വലിയ നഷ്ടം അനുഭവിച്ചുകൊണ്ട് അവർക്ക് മടങ്ങി വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒരമ്മയ്ക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമുക്ക് ആ എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് ആർക്കും കണ്ടിരിക്കാൻ പോലും കഴിയില്ല. അത്രമേൽ തകർന്ന് കുവൈറ്റിൽ നിന്ന് ഇവിടേക്ക് എങ്ങനെയാണ് അവർ യാത്ര ചെയ്ത് എത്തിയതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ അമ്മ മനസ്സതിനെ, ഈ സംഭവങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്തായാലും സുജ വരുന്നുണ്ട്, ഇളയ കുഞ്ഞ് കൂടെയുണ്ട്, ഒപ്പം തന്നെ സഹോദരിയുമുണ്ട്. ബന്ധുക്കൾക്കൊപ്പമാണ് ഇവിടേക്ക് എത്തുന്നത്. ഹരിപ്പാട് കഴിഞ്ഞു എന്ന് ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് ഹരിപ്പാട് കഴിഞ്ഞു എന്ന് പറഞ്ഞാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. എങ്ങനെയാ ഇവരൊക്കെ പരസ്പരം അഭിമുഖീകരിക്കും എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാഴ്ച. കാരണം അമ്മുമ്മയെ ഏൽപ്പിച്ചിട്ടാണ്, കുട്ടികളെ ഏൽപ്പിച്ചിട്ടാണ് സുജ പോകുന്നത്. ആ അമ്മുമ്മ പോലും ഈ സംഭവങ്ങളെ ഉൾക്കൊള്ളാനായി ഇതുവരെ മാനസികമായി തയ്യാറായിട്ടില്ല. അമ്മുമ്മ എങ്ങനെയാ അമ്മയോടൊരു മറുപടി പറയുമെന്നുള്ളതൊക്കെ ഒരു വീടിനകത്തുള്ള വലിയൊരു ദുഃഖമായി മാറുകയും അത് നമ്മുടെയൊക്കെ കേരള മനസാക്ഷിയുടെ ആകെ വലിയ ദുഃഖമായി അത് നമ്മുടെ മുന്നിലൊക്കെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. കെടുകാര്യസ്ഥത മൂലം, ഒരു അനാസ്ഥ മൂലം, വളരെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെയൊക്കെ ഇടപെടൽ വന്നപ്പോൾ അവിടെ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ, ഒറ്റ ദിവസം കൊണ്ട് ഈ ലൈൻ കമ്പി മാറ്റാനുള്ള ഇടപെടലൊക്കെ നടന്നു. പക്ഷേ ആ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അത്ര ദുഃഖകരമായൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത്. എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ മൃതദേഹം അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിളന്തറയിലെ ഈ വീട്ടിലേക്ക് എത്തും. ശരണ്യ സ്നേഹജനാണ് മിഥുന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ